ഇനി ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത സ്റ്റേജാണ് ഹാർഡ് വർക്ക്. നമ്മുടെ കയ്യിൽ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺസെപ്റ്റുകൾ ക്ലാരിറ്റിയോട് മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടെക്നിക്കൽ എക്സാംസിലേക്ക് എങ്ങനെ കടന്നു വരാം, അതായത് ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ബിടെക് കഴിഞ്ഞതിന് ശേഷം എന്താണ് അവരുടെ ഫ്രണ്ടിലുള്ള ഓപ്ഷൻസ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സോ നമുക്ക് എങ്ങനെ റൈറ്റ് ട്രാക്കിലൂടെ PSC എക്സാംസിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ബിടെക് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ 3 ഓപ്ഷൻസ് ആണ് ജനറലി വരുന്നത്. ഒന്ന് പ്ലേസ്മെന്റ് ആണ്, രണ്ടാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷന് പോവാം, മൂന്നാമത്തെ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഇതിൽ ഏത് സെലക്ട് ചെയ്താലും, പ്ലേസ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞ് വീണ്ടും ഗവൺമെന്റ് ജോബ്സിലോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ആയി നല്ല രീതിയിൽ പോകാം. ഡിപ്പെൻസ് അപ്പോൺ യുവർ, ചിലപ്പോൾ റിസർച്ചിലൊക്കെയാണ് താല്പര്യമുണ്ടെങ്കിൽ അതങ്ങനെ പോകാം. പക്ഷേ ഇനി അതല്ല, പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ റൈറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് റൈറ്റ് പാത്തിലൂടെ എക്സാംസിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. സോ നമുക്ക് എപ്പോഴുള്ള ചോദ്യമാണ്, ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ 400 പേര്, ഈ 400 പേരിലും കുറച്ച് പേർക്ക് മാത്രം ജോലി കിട്ടുന്നു. ഈ 400 പേരിൽ ഒരാളായാൽ പോരാ, നമുക്ക് ആദ്യത്തെ 100 ആളിൽ ഒരാളാവണം. ഈ 100 ആളിൽ ഒരാളാവാൻ എല്ലാവർക്കും പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും അതിലേക്ക് വന്ന് പെടുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാം അടുപ്പിച്ച് എക്സാം അപ്ലൈ ചെയ്യും ആവേശത്തിന് ആ ഒരു ആവേശം പഠിത്തത്തിൽ കൊണ്ടുവരത്തില്ല. ഈവൻ ഇഫ് കൊണ്ടുവന്നാലും അത് പകുതിക്ക് വെച്ച് ബ്രേക്ക് ആവും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ് നമ്മൾ ആ ഒരു എന്തൂസിയാസം നിലനിർത്തുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല, കുറേ തിയറി പഠിച്ചിട്ട് പോകുന്നു. ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ആയി പോകുന്നു. സോ എല്ലാത്തിൻ്റെയും, ഏതൊരു എക്സാംസിൻ്റെയും ക്രാക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കീ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമ്മൾ പരിചയപ്പെടുന്നു, എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സ്റ്റേറ്റിലും നടന്ന എക്സാംസും ESC എക്സാംസും അതുപോലെ തന്നെ നമ്മുടെ SSC JE എക്സാംസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്കൊരു പുതിയതല്ലാതെ ആക്കി തീർക്കണം. അതായത് നമ്മൾ എക്സാം ഹോളിൽ ചെന്ന് കഴിയുന്ന സമയത്ത് നോ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ബി എ ന്യൂ വൺ. എല്ലാം പുതിയതായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. എല്ലാം നമുക്ക് ഓൾറെഡി കണ്ടത് അല്ലെങ്കിൽ ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ വെച്ച് തന്നെ ഇൻക്രീസ് ചെയ്യും. ആ കോൺഫിഡൻസ് ലെവൽ നമ്മളെ എക്സാമിൽ ഏറ്റവും മുന്നിലെത്തിക്കാനും സാധിക്കും. സോ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് കീ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ പേടിക്കാത്തൊരവസ്ഥയിൽ ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരുത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എക്സാമിന് പ്രിപ്പറേഷൻ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാം എന്നാണോ അന്ന് വരെ പഠിക്കുക, ഒരേ രീതിയിൽ പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് സക്സസ്സിലേക്കുള്ള ഒരൊറ്റ ഷോർട്ട് കട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പഠിത്തത്തിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറയാം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഡിറക്ഷനിൽ തന്നെ വരണം. വന്നു കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എക്സാംസിൻ്റെ ഡിമാൻഡ് അറിയണം. അതായത് എക്സാംസ് എത്ര ഫ്രീക്വൻ്റ്ലി നടക്കുന്നുണ്ട്, ആൾക്കാർ ഓരോ പോസ്റ്റിനും എത്ര പ്രിഫറൻസ് കൊടുക്കും. അതായത് LSTDA ഇപ്പോൾ ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നുണ്ട്. വേറെ ചിലപ്പം നമ്മുടെ ഹാർബർ വരുമ്പോൾ ഹാർബറിന് അത്ര വേക്കൻസി ഇല്ല, ഡിമാൻഡ് കുറവാണ്. പിന്നെ പാറ്റേൺ അറിഞ്ഞിരിക്കണം. എയുടെ പാറ്റേൺ അല്ല, ഫസ്റ്റ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ് എല്ലാം പാറ്റേൺ വ്യത്യാസമാണ്. RRB, SSC എല്ലാം തന്നെ വ്യത്യാസമാണ്. സോ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ റഫായിട്ട് കുറേ തിയറി അല്ലെങ്കിൽ കുറേ ടോപ്പിക്സ് പഠിച്ചു വെച്ച് ഈ എക്സാമും ആ എക്സാമും എല്ലാം എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടം കഴിഞ്ഞു. സോ നമ്മൾ പാറ്റേൺ മനസ്സിലാക്കണം. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും ആദ്യം നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, വെയിറ്റേജ് എന്താണ്, ഏത് വെച്ച് പഠിപ്പിക്കുന്നു, എങ്ങനെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ വെയിറ്റേജ് അനാലിസിസ് ആണ്. ഓരോ സബ്ജക്റ്റിനും വെയിറ്റേജ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ആൾക്കാർക്ക് ആദ്യം കൊടുക്കുക. കണക്റ്റഡ് സബ്ജക്ട്സ് ആണെങ്കിൽ കണക്റ്റഡ് സബ്ജക്ട്സിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ആദ്യം പഠിപ്പിക്കുക. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മനസ്സിലാക്കുക. അതായത് ക്വസ്റ്റ്യൻസ് വരുന്ന സോഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ഈ എക്സാംസ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത സ്റ്റേജാണ് ഹാർഡ് വർക്ക്. നമ്മുടെ കയ്യിൽ എക്സാം പാറ്റേണും ക്വസ്റ്റ്യൻസിൻ്റെ ലെവലും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺസെപ്റ്റുകൾ ക്ലാരിറ്റിയോട് മനസ്സിലാക്കണം. ഓരോ കോൺസെപ്റ്റുകളും കാണാതെ പഠിക്കാതെ ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കി ക്വിസസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക നമ്മുടെ പാർട്ടിൽ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതിനുള്ള ഹെൽപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. കോൺസെപ്റ്റ് വൈസ് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റേജാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവിഷനിലേക്ക് പോകാം. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഴ്ച ഒരു ദിവസമെങ്കിലും മസ്റ്റായിട്ട് റിവൈസ് ചെയ്യണം. റിവിഷനും മോക്ക് ടെസ്റ്റുകളുമാണ് മൂന്നാമത്തെ സ്റ്റേജായിട്ട് പറയുന്നത്. ഈ 3 സ്റ്റേജും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ്, അതായത് ത്രൂ ഔട്ട് യുവർ ജേർണി നിങ്ങൾ ഡൗൺ ആകുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം മോട്ടിവേഷൻ ക്ലാസ്സസ് വരെ വരുത്തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓരോ സ്റ്റേജിലും
ഈ 3 സ്റ്റേജും ഒരേ ഒരു എന്തൂസിയാസത്തോട് ആദ്യം തുടങ്ങിയ ഒരു എന്തൂസിയാസം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എത്തിപ്പറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോൺസെപ്റ്റ് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് എവിടെയോ കേട്ടിട്ടുണ്ട്, അത് മാത്രമേ അറിയാം. ഇപ്പം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് എന്തൊക്കെയോ കുറച്ച് ഇക്വേഷൻസ് അറിയാം, പക്ഷേ കോൺസെപ്റ്റ് അറിയത്തില്ല. രണ്ടാമത്തത് ഫോമുല അറിയത്തില്ല. ഫോമുല എയ്തർ നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു, നമ്മൾ മിസ് ചെയ്തു. ഈ പഠിക്കണമെന്ന് അറിയാത്തത് മിക്കതും നമുക്ക് സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഏതൊക്കെ എവിടെ റെലവൻ്റ് ആണെന്ന് അനാലിസിസ് ചെയ്യാതെ ചുമ്മാ നമ്മൾ കുറേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ മിസ്സായി പോകും. ഓക്കെ, പിന്നെ കാൽക്കുലേഷൻ എറർ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രാക്ടീസിൻ്റെ കുറവാണ്. എപ്പോഴും എല്ലാ ക്ലാസ്സസിലും എല്ലാ ലൈവ് ക്ലാസ്സിലും ഞാൻ മെൻഷൻ ചെയ്യുന്ന ഒരു 30 ക്വസ്റ്റ്യൻ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്താൽ അഡീഷണലി നിങ്ങളൊരു 15 അല്ലെങ്കിൽ ഒരു 30 കൂടെ ചെയ്തിട്ടേ ഉറങ്ങാവുള്ളൂ എന്ന് രാത്രി പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സസ് വൈൻഡപ്പ് ചെയ്യുന്നത്. സോ കാൽക്കുലേഷൻ എറർ വരുന്നത് പ്രാക്ടീസ് കുറവ് കൊണ്ടാണ്, അത് പ്രാക്ടീസിലൂടെ വരുത്തുക. പിന്നെ റീഡിങ് എറർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിമിയൊക്കെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചില തെറ്റുകൾ അതിനകത്ത് തന്നെ ഉണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കാതെ തെറ്റ് പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് എഴുതിയെടുത്തതിൻ്റെ മിസ്റ്റേക്ക്, അപ്പോൾ റീഡിങ് എറർ വരാം. അത് എറർ മാക്സിമം എലിമിനേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. പിന്നെ സില്ലി മിസ്റ്റേക്സ്, നമുക്ക് വെപ്രാളം കൊണ്ടൊക്കെ തെറ്റിയാം. ഓപ്ഷൻസ് 4 വായിക്കാതിരിക്കുക, എന്നിട്ട് ആദ്യത്തെ ഓപ്ഷൻ അങ്ങ് ബബിൾ ചെയ്യുക, അങ്ങനെ ഒരുപാട് തെറ്റുകൾ വരാം. അപ്പോൾ ഈ തെറ്റുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഇതൊക്കെ മാറ്റി നിർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിനെ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഫോമുല ബേസ്ഡ് ആണെങ്കിലോ കോൺസെപ്റ്റ്, ഫോമുല, അതുപോലെ തന്നെ ഡേറ്റ ചിലപ്പോൾ എഴുതിയെടുക്കുന്നതിലുണ്ടാകുന്ന മിസ്റ്റേക്ക്, ചിലപ്പോൾ 300 mm എന്നുള്ളത് 200 mm ആക്കി നമ്മൾ, ഇതൊക്കെ പ്രാക്ടീസിൻ്റെയും നമ്മുടെ ആ ഒരു സമയത്ത് ഒരു ഡൈലിമ. എന്തുകൊണ്ടാണ് ആ ഡൈലിമ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, പുതിയ ക്വസ്റ്റ്യൻസ് ആണ്, ടെൻഷൻ വരാം. ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ടിപ്പാണ് പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് മാക്സിമം വീട്ടിൽ ഇരുന്ന് തന്നെ മാസ്റ്റർ ചെയ്യുക. തെറ്റുന്നെല്ലാം വീട്ടിൽ ഇരുന്ന് തെറ്റിക്കോട്ടെ, എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു മാസ്റ്ററിങ് ദ PSC എക്സാംസിനെ കുറിച്ച് പറയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എക്സാമിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഏത് ലെവലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് നമുക്ക് ഈ എല്ലാ വരുന്ന എക്സാംസും, ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, അതുപോലെ AE എക്സാംസ്, RRB JE എക്സാം, SSC JE എക്സാം, എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഓറിയൻറ്റഡ് പാക്കേജ് ആണ് ഇതുള്ളത്. സോ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.